തറയിൽ നിന്നൊക്കെ വ്ളോഗ് എടുക്കുമായിരുന്നു. കാരണം ഞാൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഒരു വീഡിയോ എടുത്ത് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്ന് ഡിസ്ട്രാക്റ്റഡായി ഒന്ന് ഓഫ് ചെയ്ത് വെച്ചതാട്ടോ. അതെന്തായാലും അപ്ലോഡ് ചെയ്യുന്നില്ല. എന്തായാലും എന്താ പറ്റിയെന്ന് വെച്ചാൽ മുടി ചീകുമായിരുന്നു. അപ്പോൾ ഞാൻ ഫോൺ ജസ്റ്റ് ഒന്ന് താഴെ വെച്ചതാട്ടോ. ഒരു സെക്കൻഡ്. ഓക്കെ, ഇപ്പോൾ എല്ലാം ശരിയായെന്ന് വിചാരിക്കുന്നു. മുടിയെല്ലാം കെട്ടിയതാണ്. എൻ്റെ ഡീപ്പ് യു ആണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഭയങ്കര ഷോർട്ടാണ്. പണ്ടെന്നും പറഞ്ഞാൽ എനിക്ക് ഷോർട്ട് ഹെയറേ പിടിക്കത്തില്ലായിരുന്നു. എനിക്ക് ലോങ് തന്നെ വേണമെന്ന് ഞാൻ വെട്ടാൻ സമയം. ഈ പ്രാവശ്യം പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ പറഞ്ഞു ഒരു തുള്ളി വെട്ടിയാൽ മതിയെന്ന്. പിന്നെ അമ്മയ്ക്ക് അറിയാം അത്. പക്ഷേ ഒരു ഡീപ്പ് യു ആണ് വെട്ടിയത്. സാധാരണ ആളുകൾ ചോദിക്കും, പക്ഷേ ഡീപ്പ് യു വെട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കൂടുതൽ ബാങ്ക്സ് ഉണ്ട്. ഞാനൊരു ഷോർട്ട് വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അയച്ചിട്ടുണ്ട്. ഡേ 78 എന്ന് പറഞ്ഞിട്ട്. കുവൈറ്റിൽ പോയാൽ ഇനി വീഡിയോ എടുക്കാൻ പറ്റുമെന്നറിയില്ല, മൈക്രോഫോൺ ഇല്ലെങ്കിൽ. എന്തായാലും അല്ലെങ്കിൽ എൻ്റെ പ്ലാൻ ഇവിടുന്ന് തന്നെ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചിട്ട് അങ്ങനെയാണെന്നാണ്. പക്ഷേ കുവൈറ്റിൽ പോയി ഒരുപാട് അൺബോക്സിങ് വീഡിയോസ് എനിക്ക് ചെയ്യാനുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ ജേർണൽ സപ്ലൈസ് മാത്രമല്ല, ഞാൻ എപ്പോഴും കുവൈറ്റിലേക്ക് പോകുന്ന മുമ്പ് ഒരു കടയിൽ കയറും. എന്നിട്ട് ആ കടയിൽ കയറി ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും മേടിക്കും. ചില സമയത്ത് അനാവശ്യത്തിന് മേടിക്കും കേട്ടോ. അങ്ങനെ മേടിച്ചെല്ലാം കഴിയുമ്പം അത് ഉപയോഗിക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടം റോസാണ് കേട്ടോ. റോസിൻ്റെ ഫ്ലവർ റോസ് ഇഷ്ടമാണ്. അപ്പം ഇവിടെ ഒരു റോസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് ഞാൻ സൗണ്ട് വെക്കാൻ ചാൻസ് ഇല്ല, കാരണം മൈക്രോഫോണും പിടിച്ച് റോസും കാണിച്ച് ഈ ഗാഡ്ജറ്റും പിടിച്ച് എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ടാട്ടോ, സോറി. ഇത് ഞാൻ ഓൾറെഡി ഷോർട്ട് വീഡിയോയിൽ കാണിച്ചതാണ്, എന്നാലും എനിക്ക് കാണിക്കാൻ തോന്നും. ഒരു സെക്കൻഡ്, ഞാൻ ഈ ഫോണൊന്ന് സ്റ്റെയർസിൽ വെക്കട്ടെ. ഞാൻ പറഞ്ഞതാണ് ഷോർട്ട് വീഡിയോയിൽ എനിക്കിങ്ങനെ വൈകുന്നേരവും രാവിലെ സമയമൊക്കെ ആകുമ്പം എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര താല്പര്യം. ചൊറിയുന്നു കേട്ടോ, അതാണ് ഞാൻ ചൊറിയാൻ ഇരുന്നതാണ് കേട്ടോ. പക്ഷേ കുവൈറ്റിൽ ചെന്ന് ഇങ്ങനെ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ ഇവിടെ ആകുമ്പോൾ എനിക്ക് കുറേ വീഡിയോസ് എത്ര മാത്രമാണല്ലോ. അവിടെ പിന്നെ ഇതാണല്ലോ, എന്താ പറ്റത്തില്ല, അതാണ് പ്രശ്നം. അല്ലെങ്കിൽ എടുക്കുമായിരുന്നു, ഒന്നും പറയാനില്ല. പക്ഷെ എനിക്ക് ഇങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കാൻ നല്ല താല്പര്യമാണ്. കാരണം ടാബ് നോക്കിയിരിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഭയങ്കര ബോറടിക്കും. അപ്പം ഞാൻ ഇങ്ങനെ പുറത്ത് വന്ന് നിൽക്കും, ചില സമയത്ത് വീഡിയോ എടുക്കും. പക്ഷേ ചില സമയത്ത് ഞാൻ ഓൾറെഡി എൻ്റെ ഈ സീരീസ് വ്ളോഗ് ഇട്ടിട്ടുള്ളതായിരിക്കും. പക്ഷേ എനിക്ക് കഴിഞ്ഞ വർഷം തൊട്ടാട്ടോ ഞാൻ എൻ്റെ ഈ സീരീസ് വ്ളോഗ് ഇട്ടിട്ടുള്ളത്. കഴിഞ്ഞ വർഷം തൊട്ടാണ് ഞാൻ ഇടാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഇത് പറഞ്ഞാൽ 1 ഇയറേ ആയിട്ടുള്ളൂ നമ്മൾ തുടങ്ങിയിട്ട്. ഇത് ചുമ്മാ എൻ്റെ മനസ്സിൽ വന്നതാണ് ഇങ്ങനെ. പക്ഷേ ആ സമയത്ത് ഞാൻ കുറേ ഇടുന്നു, കാരണം ആദ്യമായിട്ട് തുടങ്ങുന്നുണ്ട്. നമുക്ക് നല്ലപോലെ ഉത്സാഹമായിരിക്കും. കാരണം എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്തും ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ അപ്ലോഡ് ചെയ്യുമായിരുന്നു വീഡിയോസൊക്കെ കുറേ. ഇപ്പം ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് തന്നെയാണെങ്കിൽ വീഡിയോ എടുക്കാൻ മുടിയേയില്ല. പക്ഷേ എന്നെ സംബന്ധിക്കുകയാണെങ്കിൽ എനിക്ക് അത്രയും മൂടില്ലെങ്കിലും എൻ്റെ ഫ്രണ്ട്സിന് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എടുക്കുക. നമുക്കിത് വീഡിയോ നമ്മൾ ഈ ഫുഡ് റിവ്യൂ വ്ളോഗും ഇപ്പം നമ്മൾ എന്ത് കുക്കിംഗ് ചെയ്താലും അവർ പറയും, ഇത് ഞാൻ ക്യാമറ എടുത്തുകൊണ്ട് വരാം, വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിക്കും. ആൻഡ്രിയ മലീനയൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ പറയാം, അന്ന് എടുത്തോണ്ടെന്ന് ചോദിക്കുമ്പം നമുക്കും ഇൻട്രസ്റ്റ് ആണ്. ഇപ്പോൾ ഫ്രണ്ട്സ് ഉള്ളപ്പോൾ എനിക്ക് കുഴപ്പമില്ല. ഇപ്പം തന്നെ ആകുമ്പോഴും ഈ സീരീസ് ഇടാതെ ഞാൻ അല്ലാതെ എപ്പോഴൊന്നും ഇടാറില്ല വീഡിയോസൊന്നും. കാരണം പൊതുവേ ഇടേണ്ട ആവശ്യമില്ല. എന്നാലും എനിക്കിടാൻ നല്ല മൂഡ് ചില ദിവസം കാണാം. ആ മൂടുള്ള ദിവസം ഞാനിങ്ങനെ വീഡിയോയും ഷോർട്ടും എല്ലാം കൂടെ അങ്ങ് വലിച്ച് വാരി ഇടും. അത് ഞാൻ നോക്കൂല, എത്ര എണ്ണ അയച്ചിട്ടുണ്ടെന്ന് ഞാൻ നോക്കൂല. അതങ്ങ് വലിച്ച് വാരിയിടും, വീഡിയോസും ഷോർട്സും എല്ലാം. പണ്ടൊക്കെ നമ്മൾ മോസ്റ്റ്ലി ഡാൻസ് വീഡിയോസും പിന്നെ സീരീസാണെങ്കിലും ഫുഡ് വ്ളോഗായിരുന്നു. അതാട്ടോ ചുമ്മാ ഒരു വീഡിയോ. ഇപ്പം ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ നല്ല മഴയായിരുന്നു. നമുക്ക് സത്യം പറഞ്ഞാൽ പുറത്തേക്കേ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ കേട്ടോ. പക്ഷെ ഇപ്പോഴാണ് ഇന്നൊന്ന് നല്ലപോലെ വെയിലും തണുത്ത കാറ്റും വന്നിട്ടുണ്ട് കേട്ടോ. നാളെ ഇനി എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയി. ഇതിപ്പോൾ എൻ്റെ പപ്പയുടെ വീടാണ്. അതിന് അമ്മയുടെ വീട്ടിൽ പോവും. അപ്പോൾ അവിടെയും വീഡിയോസ് ഇടാം, ഞാൻ ട്രൈ ചെയ്യാം. പുറത്ത് റോഡിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റും, കാരണം ഓപ്പൺ റോഡാണ്. ഇതുപോലെ ഇങ്ങനെ ഇറങ്ങി താഴെ കയറി മേളെ കയറി അങ്ങനെയൊന്നുമില്ല, ഓപ്പൺ ഏരിയയാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എന്നാലും അതുകൊണ്ട് അത്രയും അവിടെ കാർസോ വെഹിക്കിൾസോ ഒന്നും അങ്ങനെ വരാറില്ല. അതാണ് നല്ലത്. ഓക്കെ, അതാണ്. ഞാൻ ഇനി ടെറസിൽ പോയി വീഡിയോ എടുത്താൽ ചൂടാണ്. ഇവിടെ ആണെങ്കിലും ചൂടൊക്കെ തന്നെയാണ്. എന്നാലും
കുറേയൊന്നും നമുക്ക് പണ്ട് ഫ്രീക്വൻ്റ്ലി നമ്മളെപ്പോഴും ഒരു ചെടി ഉണ്ടായിരുന്നു റോസ് കേട്ടോ, അത് ഞാൻ എപ്പോഴും പറിക്കുമായിരുന്നു കേട്ടോ. ഇവിടെ കാട് പോലെ ആയിട്ടുണ്ട്, ഇവിടെ കാട് പോലെ ആയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ 2023 വന്നപ്പോഴും ഉണ്ടായിരുന്നില്ല, പിന്നെ 2024 ജസ്റ്റ് ഒന്നും വന്നില്ല, അപ്പോഴും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ എന്തായാലും കുഴപ്പമില്ലല്ലോ. എനിക്ക് ഇതും ഇഷ്ടപ്പെട്ടു, ഇത് നല്ലതാണ്. ഈ ഒരു ചെറുതായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്, ഈ കാട്ടിലേക്കൊന്നും ഫോൺ പോയില്ലെന്നായിരുന്നു എൻ്റെ സംശയം. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കിങ്ങനെ പൂ പറിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. ചിലപ്പോൾ പറിച്ച് ഇവിടെ ഇങ്ങനെ വലിച്ചെറിയത്തില്ലേ, അതുപോലെ ഞാൻ ചെയ്യും കേട്ടോ. അല്ലാതെ ഞാൻ വേറെ ഒന്നും ചെയ്യത്തില്ല. പിന്നെ ഇവിടെ റോസും, പിന്നെ എനിക്ക് പേരുകളൊന്നും അറിയില്ല, എനിക്ക് ഈ റോസിൻ്റെ പേര് മാത്രമേ അറിയുള്ളൂ. പിന്നെ ഇതുമുണ്ട്, ഈ ഒരു പർപ്പിൾ കളറില്ല, ഈ ഒരെണ്ണം അതുമുണ്ട്, അതുണ്ട്. പിന്നെ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ, എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല. അതിൻ്റെ ഒരു വൈറ്റ് ഉണ്ട്, പിന്നെ താഴെ അവിടെ ഒരു പിങ്കും വൈറ്റും യെല്ലോ ഒരു സൺഫ്ലവറോ അതുപോലെ എന്താണ്ടൊക്കെ ഒരു സംഭവങ്ങളുണ്ട്. വെയിറ്റ് ചെയ്യട്ടോ, എന്നെ എന്തോ കടിച്ചിട്ടുണ്ട്, അതാണ് ഞാൻ ഇത്രയും നേരം ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. വേറെ സെക്കൻഡ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ പോയിന്റ് ചെയ്ത ആ ഒരു സ്ഥലത്തുണ്ട്, എന്തോ കടിച്ചിട്ടുണ്ട്. ഞാൻ കിടന്ന് ചൊറിയാണെങ്കിൽ ഭയങ്കര ചൊറിച്ചില്ല കേട്ടോ. ഈ മൈക്രോഫോൺ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഓക്കെ, എല്ലാം സെറ്റായി. ഞാൻ ഇവിടെ ഇങ്ങനെ ചുമ്മാ നടക്കൂട്ടോ. ഇതാ തെങ്ങ്, ഇത് മിനി തെങ്സാണ്. ഞാൻ വിചാരിക്കാറ് ചില സമയത്ത് ഈ പോയിന്റ് ചെയ്ത തെങ്ങുകളില്ലേ, അതിലാണെങ്കിൽ ലൈക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ കാണുമെന്നൊക്കെ ഞാൻ പണ്ട് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പം നല്ല കാറ്റാണ്. ഇന്നലെ നമ്മുടെ ഇടി മിന്നിട്ടുണ്ടായിരുന്നു. അപ്പം വീടൊരു ഒരു ട്രീ ആണത്, ഈ ലൈനിലേക്ക് വീഴാത്ത നല്ലതാട്ടോ. വീഡിയോ എടുത്ത് മടുക്കുന്നില്ല, എനിക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ തോന്നുകയാണ്, പക്ഷെ ഒന്നും പറയാനില്ല, അതാണ് പ്രശ്നം. എന്തായാലും 7 മിനിറ്റ് ആയി വീഡിയോ. 8 മിനിറ്റ് ആവാറേ, 7.5 മിനിറ്റ് അങ്ങനെ പോരട്ടെ ഉള്ളത് വീടാണോ. പിന്നെ എൻ്റെ മോണിക്ക ഡാൻസ് എങ്ങനെ ഉണ്ടാകുന്ന കമൻറ്റ് എനിക്ക് ഒന്നുകൂടെ ചെയ്യാൻ തോന്നുന്നു. കാരണം ആ പാട്ടിൽ, ആ ഡാൻസിൽ ഞാൻ അങ്ങ് അഡിക്റ്റായി കേട്ടോ. മോണിക്ക എന്നുള്ള ഡാൻസിൽ ഞാൻ ഭയങ്കര അഡിക്റ്റായി. അതുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. എന്ത് ചെയ്യും, കുറേ ഡാൻസ് വീഡിയോസ് ഇനിയുണ്ട് കേട്ടോ കിടക്കുന്നത്. പക്ഷെ എനിക്ക് പണ്ടെന്ന് പറഞ്ഞാൽ വീഡിയോ കണ്ട ഉടനെ എനിക്ക് ഇപ്പം മൂടില്ല, മടിയാണ്. ഇതൊക്കെ ഒരു റീസണാട്ടോ, എനിക്ക് വേണ്ടി ഇതൊക്കെ ഒരു റീസണാണ്. പിന്നെ പണ്ട് ഞാൻ പോസ്റ്റ് ഇതെന്താണ് ഈ ചെലന്തി, പണ്ടൊക്കെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടായിരുന്നു കേട്ടോ പണ്ടൊക്കെ. ഇവിടെ നിന്ന് കുടുങ്ങിയിട്ട് വയറതാണ്, പെട്ടെന്ന് പേടിച്ച് ഒരു സെക്കൻഡ് ചൊറിയാമായിരുന്നു ഒന്നുകൂടെ. എത്ര ചൊറിഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ 8 മിനിറ്റ് വീഡിയോ, എനിക്ക് മാക്സിമം ഒരു 30 മിനിറ്റ് വീഡിയോ എടുക്കാം. ചില സമയത്ത് ഇങ്ങനെ 50 മിനിറ്റ്, ചിലപ്പോൾ 1 അവർ. പക്ഷേ എനിക്കിതൊക്കെ തന്നെ വലിയ വീഡിയോ കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ കാണുകയാണെങ്കിൽ ഇതിങ്ങനെ ചുമ്മാ സംസാരിക്കും ബോറായിരിക്കും, പക്ഷെ ചിലവർക്ക് ഇതൊക്കെ ഫണ്ണാണ്. ഞാൻ യൂട്യൂബിലും ഒരു സെക്കൻഡ് യൂട്യൂബിലും ഇങ്ങനെ ചുമ്മാ സംസാരിക്കുന്ന വ്ളോഗൊക്കെ ഇടുമ്പോൾ എനിക്ക് ബോറാട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാനും വിചാരിക്കും, അപ്പോൾ ഞാനതുകൊണ്ടാണ് അങ്ങനെ ഇടാത്തത്. യൂഷ്വലി ഞാൻ എന്തെങ്കിലുമൊക്കെ ഇടുമല്ലോ, കണ്ടൻറ്റ് വല്ലതും കാണും. ഇപ്പോൾ കണ്ടൻറ്റൊന്നുമില്ല, കാരണം അൺബോക്സിങ്ങും അത്രയൊന്നുമില്ല കേട്ടോ. മടുത്ത് മക്കളെ, ഗൈസ് ചൂടാണ്, ചൂടാട്ടോ. നമുക്ക് റൂമിൽ പോകാൻ നല്ലത്. അപ്പോൾ ഗൈസ് ഫൈനലി കാറ്റും കാര്യങ്ങളൊക്കെയാണ്. 5 AC ഇടാറ്, ഫാൻ ഇടാറ്. വെയിറ്റ് ചെയ്യാം.